ഹായ്, ഇന്ന് മുതൽ നമ്മൾ ഫാർമക്കോളജിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടി ഫാർമക്കോളജിയുടെ ഒരു ബുക്ക്ലെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കീപ്പ് എ വാട്ടർ ബോട്ടിൽ വിത്ത് യു, അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഹൈഡ്രേറ്റഡ് ആവാം. ഓരോ കാര്യങ്ങളും ഞാനിത് വായിച്ചിട്ട് അത് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഫാർമക്കോളജി അല്ലേ, അപ്പം കുറച്ചും കൂടി കേൾക്കുക, പിന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. എഴുതി നോക്കുക, പിന്നെ നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. ഫാർമക്കോളജി എന്താണ്? Pharmacology is the science of drugs that deals with the interaction of exogenously administered chemical molecule with the living system. അതായത് എന്താണ് ഫാർമക്കോളജി? മരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചുള്ള പഠനമാണ്. ഈ ഡ്രഗ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് പുറമേ നിന്ന് തരുന്ന ഡ്രഗുകളാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ മരുന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് ഇൻഫ്യൂഷനായിട്ടായിരിക്കാം, വെയിനിലോട്ട് കൊടുക്കുന്നതായിരിക്കാം, ഏത് റൂട്ടാണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് കൊടുത്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഹോർമോൺസിനെയില്ല. അപ്പം അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഫാർമക്കോൺ എന്നർത്ഥം ഡ്രഗ് എന്നും, ഓളജി എന്ന് വെച്ചാൽ സ്റ്റഡി എന്നുമാണ് അർത്ഥം. ഓക്കെ, ഡ്രഗ് എന്ന് പറയുന്നത് ഏതൊരു സബ്സ്റ്റൻസ് ആണോ അത് ഒരു മനുഷ്യൻ്റെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും പിന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താനും വരുന്നതിൽ നിന്ന് പ്രിവെൻഷൻ നടത്താനുമാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് പോകുന്നത് വഴി മനസ്സിലാവും. അതായത് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരസുഖം കണ്ടെത്താനായിട്ട് ഇപ്പോൾ തന്നെ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡൈക്കൊക്കെ ചിലപ്പോൾ കെമിക്കലുകളാണ്. അപ്പം ചിലത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കെമിക്കലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് WHO ഡ്രഗിനെ കുറിച്ച് പറഞ്ഞത്? ഡ്രഗ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ് അഥവാ പ്രോഡക്റ്റ് ആണ്. is used to intend to be used to modify or explore physiological system or pathological state for the benefits of the recipient. അത് ഡ്രഗ് കഴിക്കുന്ന വ്യക്തിയുടെ നല്ലതിന് വേണ്ടി ഫിസിയോളജിക്കലി പത്തോളജിക്കലി നമുക്ക് ഉപയോഗം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഡ്രഗ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡ്രഗ് എന്ന് ഒരു സാധനം നമ്മൾ അറിഞ്ഞുകൂടാതെ അടുത്തവരോട്ട് പോകുന്നതായിരിക്കും, നമ്മൾ പഠിച്ച് തന്നെ പോകും അല്ലേ. അപ്പം ഡ്രഗ് എന്ന് പറയുന്ന ഏത് സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ കഴിക്കുന്ന വ്യക്തിയിൽ ഫിസിയോളജിക്കലും പത്തോളജിക്കലായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്താൻ സഹായിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡ്രഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഫാർമക്കോളജിയിൽ കുറച്ച് ടേംസ് ഉണ്ട്. ആദ്യത്തെയാണ് ഫാർമക്കോ കൈനറ്റിക്സും ഫാർമക്കോ ഡൈനമിക്സും. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് വെച്ചാൽ ADME എന്നെ ആഡ് ചെയ്യുക. അബ്സോർപ്ഷൻ, D ഫോർ ഡിസ്ട്രിബ്യൂഷൻ, M ഫോർ മെറ്റബോളിസം ആൻഡ് E ഫോർ എക്സ്ക്രീഷൻ. പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ, പോവേ കുറച്ച് പേരുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഇതൊക്കെ ഇപ്പം ഞാൻ പറയത്തേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കുമെന്ന്. ഡോണ്ട് വെറി, ആ ബാക്കിയിരിക്കുന്ന ബോർഡ് കണ്ടോ, അത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ അതിനകത്ത് എഴുതിയും കൂടി പറഞ്ഞതായിരിക്കും. ഓക്കെ, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ്സ്. ഇത് നമ്മുടെ ബോഡിയിലോട്ട് ഡ്രഗ് എന്ത് ചെയ്യുന്നു എന്നതാണ്. ഇൻ ഗ്രീക്കിൽ കൈനസിസ് എന്ന് വെച്ചാൽ മൂവ്മെൻ്റ് എന്നാണ് അർത്ഥം. അടുത്തയാണ് ഫാർമക്കോ ഡൈനാമിക്സ്. തോറ്റുപോയവരാണെങ്കിൽ പേടിക്കണ്ട, അതെനിക്കിപ്പം പറയണമെന്ന് തോന്നുന്നു. കാരണം ജയിക്കാൻ നമ്മളെടുത്തിട്ടുള്ള തീരുമാനത്തിനെക്കാട്ടും വലുതൊന്നുമല്ല ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കും. പറ്റൂല എന്ന് വിചാരിച്ചാൽ പറ്റൂല. ഇപ്പം തന്നെ നമ്മൾ ചിലവർ തോൽപ്പിക്കണം എന്ന് ശ്രമിക്കണവരുണ്ടാവും. പഠിക്കണം, വീണ്ടും പഠിക്കണം, തോക്കണം എന്നിട്ട് വീണ്ടും പഠിക്കണം, അങ്ങനെ ആവണം. ഇതൊന്നും വലിയ കാര്യമില്ല. നമ്മൾ പഠിക്കും, അത്രേ ഉള്ളൂ. വീണ്ടും തോക്കും. ശരി, ഞാൻ എൻ്റെ 1000 തവണ എഴുതി എന്നിട്ടും എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ 10,000 തവണ എഴുതും.
നമുക്കൊരു ചാലഞ്ച് നടത്തിയാൽ ഓരോ മരുന്നും നമ്മൾ 1001 തവണ എഴുതും. ചാലഞ്ച് ഏറ്റെടുക്കണം കേട്ടോ. പറ്റുന്ന നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, സാധിക്കും. പിന്നെ കുറ്റം പറഞ്ഞോട്ടെ. ഫാർമക്കോളജിയൊക്കെ പഠിക്കാൻ പാട് തന്നെ. അങ്ങനെ പാടാണെന്ന് വിചാരിച്ചാൽ പാടാണ്, പക്ഷെ എളുപ്പമാണോ വിചാരിച്ചാൽ പാടാണ്, അതാണ് സത്യം. പക്ഷെ പാടാണ് അവർ പറയണത് പറയിട്ട് നമ്മൾ പഠിക്കും, നമ്മൾ പാസ്സാവും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു മരുന്ന് മാറിക്കൊടുത്താൽ ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ കൊടുക്കണ ഒരു മരുന്ന് കാരണം ഒരാളുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ആലോചിക്കണം, ഒരാളുടെ വേദന എടുത്ത് മരിക്കാറായി കിടക്കണം, നിങ്ങൾ കൊടുത്ത കറക്റ്റായിട്ട് മരുന്നാണെന്നുണ്ടെങ്കിൽ അയാൾ രക്ഷിക്കും. അയാൾക്ക് കുഞ്ഞു മക്കളാണുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛനെ കിട്ടും, അവരുടെ വീട് സ്റ്റേബിളാവും. അല്ലാതെ നമ്മൾ തെറ്റായിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ വീടിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നഷ്ടപ്പെടും. പറ്റും, വി ക്യാൻ ഡു ഇറ്റ്. നമ്മൾ പഠിക്കും, നമ്മൾ നന്നായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ഡോക്ടേഴ്സാണ് പ്രിസ്ക്രിപ്ഷൻ നടത്തണമെങ്കിലും ഡോക്ടറിന് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനും നമ്മൾ കേപ്പബിൾ ആയിരിക്കണം, നമ്മളാവും, പറ്റും. അപ്പോൾ ഫാർമക്കോ കൈനറ്റിക്സിനകത്ത് വരുന്ന എന്താണ്? ആഡ് മീ, പറ്റും. ആഡ് എന്ന് പറയുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ, ഡി ഡിസ്ട്രിബ്യൂഷൻ, എം മെറ്റബോളിസം ആൻഡ് ഇ എക്സ്ക്രീഷനാണ് വരുന്നത്. ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഡ്രഗ്സിൻ്റെ എഫക്റ്റിനെയാണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഡസ് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി? എന്താണോ നമ്മുടെ മരുന്ന് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. കൈനറ്റിക്സ് എന്ന് വെച്ചാൽ ആ മൂവ്മെൻറ്റ് പറയുന്നുണ്ട്. മൂവ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എം ഫോർ മെറ്റബോളിസം ആൻഡ് ഇ ഫോർ എക്സ്ക്രീഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇത് ബോഡിയാണ് ഡ്രഗിന് ചെയ്യുന്നത്. ബോഡിയാണ് ഈ ആഡ്മിയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഡ്രഗ് വന്ന് ബോഡി ചെയ്യുന്നതാണ് ഫാർമക്കോ ഡൈനാമിക്സ്. ഡൈനാമിക്സിനാകുമ്പോൾ ബോഡി ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ മതി, ബാക്കിയെല്ലാം ഡ്രഗ് ചെയ്തോളും. തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചാൽ ഒരു ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നതിനെയാണ് തെറാപ്യൂട്ടിക്സ് എന്ന് വിളിക്കുന്നത്. തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ്. അടുത്തയാണ് ടോക്സിക്കോളജി. ഇപ്പം നമ്മൾ എടുക്കുന്ന മരുന്നിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടോ? ഉണ്ട്. ആ അഡ്വേഴ്സ് എഫക്റ്റിനെക്കാട്ടും ആ ഒരു അഡ്വേഴ്സ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ടോക്സിക്കോളജി എന്ന് പറയുന്നത്. ഡിറ്റക്റ്റ് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ പോയിസണിങ്. പിന്നെ ഇപ്പം തന്നെ ഇതിന് രണ്ടർത്ഥമുണ്ട്. നമ്മളിപ്പം ചിലവർ മരുന്ന് ഒരുപാട് കഴിക്കും. ഇപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചുമ്മാ തമാശയ്ക്ക് വെറുതെ വേറെ ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സിനോട് ഇന്ന് കഴിച്ചപ്പം ഹി 8 around 8 to 9 പാരസെറ്റമോൾ. ചുമ്മാ വെള്ളത്തിലിട്ട് കലക്കി കുടിച്ച് ഡസ് ഇൻ നോ എന്താണ് കുഴപ്പം കൂടാന്ന്. അപ്പം നമ്മൾ ഓരോ മരുന്ന് കഴിച്ചാൽ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതിനെതിരെയുള്ള മരുന്നുകൾ നമ്മൾ പഠിക്കുക. അതിന് നമ്മൾ ആൻറ്റിഡോട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി. അതിനകത്ത് അടുത്തയാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി ഈസ് ദ യൂസ് ഓഫ് കെമിക്കൽ ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടുന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ് കീമോതെറാപ്പി. ആൻഡ് മാലിഗ്നൻസിയെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് ഫാർമസി. ഫാർമസി ഈസ് എ സയൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട്, ഡിസ്പെൻസിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്, ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കളക്ഷൻ വരുന്നുണ്ട്, ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ, സിന്തസിസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെഡിക്കൽ സബ്സ്റ്റൻസ്. മെഡിക്കൽ സബ്സ്റ്റൻസിനെ കളക്ട് ചെയ്യുകയും ഐസൊലേറ്റ് ചെയ്യുകയും പ്യൂരിഫിക്കേഷനും സിന്തസിസും സ്റ്റാൻഡർഡൈസേഷനും നടത്തുന്നതാണ് ഫാർമസി. എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിനകത്ത് വരുന്നത് പ്ലാന്റ്സിൽ നിന്നുമാണ് അട്രോപ്പിൻ, മോർഫിൻ, ക്വിനിൻ, ഡിജോക്സിൻ, പൈലോകാർപ്പിൻ,
ഫൈസോസ്റ്റിക്മിനൊക്കെ എടുക്കുന്നതെങ്കിൽ ആനിമൽസിൽ നിന്നാണ് ഇൻസുലിൻ, ഹെപ്പാരിൻ, ഗൊണാഡോട്രോപ്പിൻ, ആൻറ്റിടോക്സിക് സെറയൊക്കെ എടുക്കുന്നത്. മിനറൽസിനകത്താണ് മെഗ്നീഷ്യം സൾഫേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അയൺ, സൾഫർ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്. ഇനി മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് നമ്മൾ ബാക്ടീരിയയിൽ നിന്നും ഫംഗസിൽ നിന്നും എല്ലാം ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി ദസ് ഹാവ് പെൻസിലിൻസ്, സെഫാലോസ്പോറിൻസ് ആൻഡ് ടെട്രാസൈക്ലിനും ബാക്കിയുള്ള ആൻറ്റിബയോട്ടിക്സുകളും ഉണ്ട്. ഇനി ഈ ഡ്രഗ്സിൻ്റെ എല്ലാം സോഴ്സ് ചെയ്ത് നോക്കാം. ഡ്രഗ്സും ഉണ്ട്, മൈക്രോ ഓർഗാനിസംസിൻ്റെ സോഴ്സും ഉണ്ട്. ഡ്രഗ്സിനകത്ത് വരുന്നതാണ് പെൻസിലിൻ. മൈക്രോ ഓർഗാനിസത്തിൻ്റെ സോഴ്സായിട്ട് പറയുന്നതാണ് പെൻസീലിയം നൊട്ടേറ്റം, പെൻസീലിയം ക്രൈസോജീനം. പിന്നെ സെഫാലോസ്പോറിനകത്ത് വരുന്നതാണ് സെഫാലോസ്പോറിയം. ആംഫോടെറിസിൻ ബിക്കകത്ത് വരുന്നതാണ് സ്ട്രെപ്റ്റോമൈസസ് നൊഡോസിസ്. പിന്നെ ഹ്യൂമൻസിനകത്ത് വരുന്നതാണ് ചില ഡ്രഗ്സ് നമ്മൾ മനുഷ്യനിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, എക്സാമ്പിള് ബ്ലഡിൽ നിന്നും ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എടുക്കും. ദെൻ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും, അതേപോലെ തന്നെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഗ്രോത്ത് ഹോർമോണിനെയും, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ യൂറിനിൽ നിന്നും കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻസിനെയും എടുക്കും. ഇനി ഈ ഡ്രഗ്സിൻ്റെ എല്ലാം സോഴ്സസ് നമ്മൾ അറിയണം. മിക്ക ഡ്രഗ്സും സിന്തസൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എക്സാമ്പിള് ക്വിനലോൺസ്, ഒമിപ്രസോള് നമ്മൾ ഒരു ഗ്യാസിനൊക്കെ കൊടുക്കണത്, സൾഫനമൈഡ്, പാൻ ക്യൂറോണിയം, നിയോസ്റ്റിക്മിനൊക്കെ വരുന്നുണ്ട്. മിക്ക ഡ്രഗ്സും സെൽ കൾച്ചറിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ യൂറോകൈനേസ് ഫ്രം കൾച്ചേർഡ് കിഡ്നി സെൽസ്. Some are now produced by the recombinant DNA technology. എക്സാമ്പിൾ പറഞ്ഞാൽ ഹ്യൂമൻ ഇൻസുലിന്, ടിഷ്യൂ പ്ലാസ്മോജൻ ആക്ടിവേറ്റർ, പിന്നെ ചില ഡ്രഗ്സ് ബൈ ഹൈബ്രിഡോമ ടെക്നിക്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഒക്കെ വരുന്നുണ്ട്. മീൻസ് സിന്തസിസ് ആയിട്ട് എടുക്കുന്നുണ്ട്. സിന്തസിസ് ആയിട്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് ഒമിപ്രസോള്, സൾഫനമൈഡ് ഒക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാമെന്നാണ്. ഡ്രഗ്സ് നമ്മൾ ഒരുപാട് രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് റൂട്ടിലൂടെയാണ് മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ അപ്പോഴത്തെ ആവശ്യകതയും, അതേപോലെ തന്നെ അപ്പോഴത്തെ ആവശ്യകത എന്താണ്, അതും ഏത് റൂട്ടിലൂടെ കൊടുത്താലാണ് ഏറ്റവും ബെറ്ററായിട്ട് അബ്സോർബ് ചെയ്യുന്നത് എന്നൊക്കെ ഫാക്ടർ ഉണ്ട്. ദെൻ നമുക്കതുകൊണ്ട് തന്നെ ഓരോ ഡ്രഗിനെ കുറിച്ചും നല്ല രീതിയിലുള്ള ആ ഒരു ഡ്രഗിൻ്റെ നല്ല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. ഏതൊക്കെ റൂട്ടാണ് വരുന്നത്? ഓറലി നമുക്ക് കൊടുക്കാം, പിന്നെ എൻട്രലി, പാരൻട്രൽ ആൻഡ് ലോക്കൽ. എൻട്രൽ റൂട്ടിനെയാണ് നമ്മൾ ഓറൽ ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓൾഡസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സേഫസ്റ്റ് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ GI സിസ്റ്റത്തിന് ഒരു വലിയ സർഫസ് ഏരിയ ആണ് ഉള്ളത്. The mixing of its content and the difference in pH at different part of the gut. നമ്മുടെ ഗട്ടിൽ pH ഉണ്ട്. ഈ pHൻ്റെ ഡിഫറൻസസ്, അതേപോലെ തന്നെ കണ്ടൻറ്റ് മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രഗ്സിനെ എഫക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണുള്ളത്? ഒന്ന്, സേഫായിട്ടുള്ള റൂട്ടാണുള്ളത്. സേഫസ്റ്റ് റൂട്ടാണ്, ഏറ്റവും കൺവീനിയൻ്റാണ്, എക്കണോമിക്കലി കുറച്ചും കൂടി നല്ലതാണ്, നമുക്ക് സ്വന്തമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം, നോൺ ഇൻവേസീവ് റൂട്ട് ആൻഡ് പെയിൻലെസ് ആണ്. ഓക്കെ, ഇനി എൻട്രൽ റൂട്ടിനെ കുറിച്ച് പറയാം. ഈ എൻട്രൽ റൂട്ടിന് അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ്, ഏറ്റവും കോമൺ ആണ്, സേഫാണ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ, പെയിൻ ഒന്നും ഇല്ല, സ്വന്തമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും, പൈസ കുറച്ച് കുറവാണ് മറ്റേതിനൊക്കെ അപേക്ഷിച്ച്.
ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സമയം എടുത്തേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇറിറ്റൻ്റ് ആൻഡ് അൺപാൽപ്പബിൾ ഡ്രഗ്സ് കനോട്ട് ബി അൺപാലറ്റബിൾ ഡ്രഗ്സ് കനോട്ട് ബി അഡ്മിനിസ്റ്റേർഡ്. ക്ലോറാംഫെനിക്കോൾ. ചില ഡ്രഗ്സ് മേ നോട്ട് ബി അബ്സോർബ്ഡ് ഡ്യൂ ടു സർട്ടൻ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സ്ട്രെപ്റ്റോമൈസിൻ ചിലത് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല, ചിലത് അങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല, ചിലത് ഇത് പൊതുവെ സമയമെടുത്തേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. ചിലത് ഇൻട്രാവീനസ് എന്നൊക്കെ പറയുമ്പോൾ വെയിനിലോട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക, അതായത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ വായിൽ കഴിച്ചു, ഈസോഫാഗസ് പോയി, പിന്നെ അത് സ്റ്റൊമക്കിൽ പോയി, സ്റ്റൊമക്കിൽ നിന്ന് അത് അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തി, അങ്ങനെയാണ് പോകുന്നത്. അതേപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. ചില ഡ്രഗ്സ് പെട്ടെന്ന് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഇൻ ലിവർ. പിന്നെ ചില ഡ്രഗ്സ് പെട്ടെന്ന് തന്നെ വയറിൽ ഗ്യാസ്ട്രിക് ജ്യൂസസിൽ വെച്ച് ഡിസ്ട്രോയിഡ് ആയി പോകും. എക്സാമ്പിൾ പെൻസിലിന്, ഇൻസുലിനൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് കഴിക്കാനായിട്ട് കൊടുക്കാത്തത്? കാരണം സ്റ്റൊമക്കിനകത്തുള്ള pH ആ ഇൻസുലിനെ പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ കാരണമാണ് അത് അങ്ങനെ നടക്കുന്നത്. പേഷ്യൻ്റ് മേ ഫോർഗെറ്റ് ടു ടേക്ക് ദ ടാബ്ലറ്റ് വിച്ച് ഇസ് പ്രാക്ടിക്കൽ പ്രോബ്ലം. പേഷ്യൻ്റ് ചിലപ്പോൾ മരുന്നെടുക്കാനായിട്ട് മറന്നു പോകും. മറ്റേത് IV ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളാണല്ലോ എടുത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് അവർ മറന്നു പോകില്ല. ഇതാകുമ്പോൾ പേഷ്യൻസ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ പ്രശ്നമായിട്ട് പറയുന്നത് പേഷ്യൻസ് എടുക്കാൻ മറന്നു പോകുന്നതും, പിന്നെ ചിലപ്പം വയറിൽ വെച്ച് ആ ഒരു അബ്സോർപ്ഷൻ മെറ്റബോളിസം നടക്കാത്ത, അവിടെ വെച്ച് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അൺകോൺഷ്യസും അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂല. അടുത്തയാണ് എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ്. ചില ടാബ്ലറ്റ്സ് സെല്ലോസ് അസറ്റേറ്റും ഫാത്തലേറ്റും ഗ്ലൂട്ടനും ഒക്കെ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്യാസ്ട്രിക് ആസിഡ്സിൽ ഡൈജസ്റ്റ് ചെയ്യത്തില്ല, ബട്ട് ഗെറ്റ് ഡിസിൻറ്റഗ്രേറ്റഡ് ഇൻ ദ ആൽക്കലി ജ്യൂസസ് ഓഫ് ഇൻറ്റസ്റ്റൈൻ. എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് അപ്പം അസറ്റേറ്റും താലൈറ്റ് ഗ്ലൂട്ടനും വെച്ച് അസറ്റേറ്റൊക്കെ വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിൽ നോട്ട് ഡൈജസ്റ്റഡ് ബൈ ദ ഗ്യാസ്ട്രിക് ആസിഡ് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇൻറ്റസ്റ്റൈനിൽ ആൽക്കലൈൻ ജ്യൂസസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഇത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും. വയറ്റിനകത്ത് സ്റ്റൊമക്കിൽ വെച്ച് ഡ്രഗ്സിൻ്റെ ഡിസ്ട്രക്ഷൻ അവോയ്ഡ് ചെയ്യും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ആയിരിക്കും, പിന്നെ അബ്സോർപ്ഷനൊക്കെ കുറവായിരിക്കും. ബട്ട് ദെയർ ബൈ പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, സ്ലോ ദ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ അത് പതുക്കെ അബ്സോർബ് ചെയ്യുന്നെങ്കിൽ കുറേ നാളെടുക്കും, അതിൻ്റെ ഒരു കുറച്ചും കൂടി ആക്ഷൻ ഉണ്ടായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മേ ബി റെഡ്യൂസ്ഡ്. അഡ്മിനിസ്ട്രേഷൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും, റെഡ്യൂസ്ഡ്. തെറാപ്യൂട്ടിക് കോൺസെൻട്രേഷൻ മേ ബി മെയിൻറ്റെയിൻഡ് ഫോർ ലോങ് ടൈം, സ്പെഷ്യലി വെൻ ദ നൊക്ടേണൽ സിംറ്റംസ് ആർ ടു ബി ട്രീറ്റഡ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് അങ്ങനെ ചെയ്യണ്ട, കാരണം ഇതിന് അബ്സോർപ്ഷൻ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ കുറേ നാൾ ഡ്യൂറേഷൻ നിൽക്കും. ഡിസഡ്വാൻറ്റേജ് എക്സ്പെൻസീവാണ്, പൈസയാണ്. പിന്നെ ദർ മേ ബി റിലീസ് ഓഫ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ എ ഷോർട്ട് ടൈം, ലീഡിങ് ടു ടോക്സിസിറ്റി. ഒരേ സമയം എല്ലാ ഡ്രഗും കൂടി ഒരുമിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിക് എഫക്റ്റ് കിട്ടും. നമ്മൾ അമൃതാണെങ്കിലും ഒരുപാട് തിന്നു കഴിഞ്ഞാൽ ദോഷമല്ലേ. അങ്ങനെ അടുത്തയാണ് പാരൻ്റൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതർ ദാൻ ദ എൻട്രൽ റൂട്ടിനെയാണ് നമ്മൾ പാരൻ്റൽ റൂട്ട്. നോർമലി വായിലൂടെ അല്ലാതെ കഴിക്കുന്ന എല്ലാ റൂട്ടിനെയും നമ്മൾ പാരൻ്റൽ റൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഇത് ടിഷ്യൂ ഫ്ലൂയിഡ്സിലോട്ട് ഡയറക്റ്റായിട്ട്, അതായത് ബ്ലഡിലോട്ട് ഡയറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നവയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ആക്ഷനൊക്കെ പെട്ടെന്ന് റാപ്പിഡാണ്. ഓറൽ അഡ്മിനിസ്ട്രേഷനെക്കാട്ടും കുറച്ചും കൂടി പ്രഡിക്റ്റബിളാണ്. അൺകോൺഷ്യസും അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ,
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ പോരെ. ഇങ്ങനെ ഇരുന്നോ? അപ്പം മടുത്തില്ല, കാരണം അത്രയ്ക്കൊന്നും ആയില്ല നമ്മളല്ലേ, കുറച്ചും കൂടി പഠിക്കും. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ് മുതൽ കുറച്ചും കൂടി ഒന്ന് ലെങ്ത് കൂട്ടി, മീൻസ് ഇതിപ്പം 30 മിനിറ്റ്സിൻ്റെ സെഷൻ ആണെങ്കിൽ അടുത്ത മുതൽ 45, കാരണം നമുക്ക് അത്രയും പഠിക്കാനുണ്ട്. നോക്ക്, 45 1 hour. പക്ഷേ ഭയങ്കര നമ്മൾ സത്യം പറഞ്ഞാൽ പാടാണ്. പക്ഷേ നമ്മൾ പഠിച്ച് നമ്മൾ 1001 ആ ഒരു ചാലഞ്ച് മറക്കലും സമയം എടുക്കും. പഠിക്കണം, കാരണം നമ്മൾ തോറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയിക്കാൻ നമ്മളെടുത്ത് തീരുമാനം, അതാണ് വലുത്. അപ്പം ഓറലി അല്ല നമ്മൾ കൊടുക്കുന്ന ബാക്കി ഏത് റൂട്ടിനും നമ്മൾ പാരൻ്റൽ റൂട്ട് എന്നാണ് വിളിക്കുന്നത്. പെട്ടെന്നാണ് അബ്സോർബ് ചെയ്യുന്നത്, ഓറലിനെ പോലെയല്ല. കാരണം ഇത് ടിഷ്യൂവിൽ നിന്ന് ബ്ലഡിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അൺകോൺഷ്യസും അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഈ റൂട്ടിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്യാസ്ട്രിക് ഇറിറ്റൻ ക്യാൻ ബി പാരൻ്റൽ, അതായത് ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാകും ഓറലി കൊടുത്താൽ. അപ്പം നമുക്ക് പാരൻ്റലി കൊടുക്കാം, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ. പിന്നെ വോമിറ്റിങ് ഉള്ള പേഷ്യൻറ്റിന്, വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻറ്റിനൊക്കെ കൊടുക്കാം. ഇൻ എമർജൻസി പാരൻ്റൽ റൂട്ട്സ് ആർ വെരി യൂസ്ഫുൾ. ഗ്യാസ്ട്രിക്കും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസൊക്കെ അവിടെ ഡൈജഷനും പിന്നെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒന്നും അവിടെ നടക്കുന്നില്ല. ഡിസഡ്വാൻറ്റേജ് എത്രത്തോളം അസെപ്സിസ് നമ്മൾ ഭയങ്കര നീറ്റായിട്ട് ചെയ്യുന്നു, സ്റ്റെറൈലായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, കാരണം മൈക്രോ ഓർഗാനിസം ബോഡിക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമുണ്ട്. അപ്പം പ്രോപ്പറായി സ്റ്റെറൈലായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ വേദന എടുക്കും. പിന്നെ നോർമൽ ഓറലി കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് എക്സ്പെൻസീവാണ്. നെർവ്സിന് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ടിഷ്യൂസിന് ബുദ്ധിമുട്ട് നേരിടാം. പാരൻ്റൽ റൂട്ടിന് ഒരുപാടുണ്ട്. ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ, പിന്നെ ഇൻട്രാഡെർമൽ, ട്രാൻസ്മ്യൂക്കോസൽ. ഇൻട്രാഡെർമൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്കിന്ന് ലെയറിലോട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്ലെബ്, മുകളിലോട്ടൊരു ബൾജിങ് പോലെ കാണും. എക്സാമ്പിൾ BCG വാക്സിൻ എടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മളൊരു അലർജിക് ടെസ്റ്റ് നടത്തി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. പിന്നെ ഓർ മൾട്ടിപ്പിൾ പങ്ക്ചർ ഓഫ് എപ്പിഡെർമിസ് ത്രൂ ദ ഡ്രോപ്പ് ഓഫ് ദ ഡ്രഗ്, എക്സാമ്പിൾ സ്മോൾ പോക്സ് വാക്സിൻ. ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് മതിയാവും ഈ പറയുന്ന റൂട്ടിലൂടെ കുറച്ച് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്താൽ മതിയാവും. നമ്മൾ 0.1 അത്രയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുള്ളൂ, പക്ഷേ ചെറുതായിട്ട് വേദന എടുക്കും. അതാണല്ലോ സിസ്റ്റർമാർ പേടി പിള്ളേർക്കൊക്കെ. അടുത്തയാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ്. ഈ പറയുന്ന ഡ്രഗ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, എക്സാമ്പിൾ ഇൻസുലിൻ, ഹെപ്പാരിനൊക്കെ. ഈ ടിഷ്യൂ ലെസ് വാസ്കുലാറാണ്, അബ്സോർപ്ഷനൊക്കെ വളരെ സ്ലോ ആണ്, ലാർജ്ലി യൂണിഫോം ആണ്. അതേപോലെ തന്നെ ഈ ഡ്രഗിന് ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റാണ് ഉള്ളത്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പം ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഒക്കെ നെർവ്സ് കൊണ്ട് ഒരുപാട് സപ്ലൈഡ് ആണ്. ഇറിറ്റൻ ഡ്രഗ്സ് കനോട്ട് ബി ഇൻജെക്റ്റഡ്. വീണ്ടും ഒരേ സൈഡിൽ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പോ അട്രോഫി ഉണ്ടാകുന്നുണ്ട് ആൻഡ് എറാറ്റിക് അബ്സോർപ്ഷനാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഇനി ഈ സബ്ക്യൂട്ടേനിയസ്ലി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സിനകത്ത് വരുന്നതാണ് ഡെർമോജെറ്റ്. ഈ ഒരു മെത്തേഡിൽ ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് ഡ്രഗ് സൊല്യൂഷനാണ് ഫൈൻ ഓറിഫിസിലൂടെ ഒരു ഗണ്ണ് വഴി പാസ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് നീഡിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മെത്തേഡ് പെയിൻലെസ് ആണ് ആൻഡ് വാക്സിൻസിനൊക്കെയാണ് ഇത് കൂടുതലും സ്യൂട്ടബിൾ. രണ്ടാമത്തെയാണ് പെല്ലറ്റ് ഇംപ്ലാന്റേഷൻ. സബ്ക്യൂട്ടേനിയസിലോട്ട് പെല്ലറ്റ് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഡ്രഗ് സ്ലോലി ആഴ്ചകൾ മുതൽ മന്ത്സോളം സ്ലോലി അബ്സോർബ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ടെസ്റ്റോസ്റ്റിറോണും ഡെക്സോസി
കോർട്ടിക്കോസ്റ്റെറോൺ, ശരി കോർട്ടിക്കോസ്റ്റെറോൺ ആണെന്ന് തോന്നുന്നു, അസറ്റേറ്റ്, ടെസ്റ്റോസ്റ്റെറോണൊക്കെ വരുന്നുണ്ട്. സ്ലോലി റിലീസ് ചെയ്യും, വീക്കുകൾ മുതൽ മാസങ്ങൾ വരെ. അടുത്തയാണ് സയാലിസ്റ്റിക് ഇംപ്ലാന്റ്. ഈ പറയുന്ന ഡ്രഗ്സ് ഇസ് പാക്ഡ് ഇൻ സയാലിസ്റ്റിക് ട്യൂബ്സ് ആൻഡ് ഇംപ്ലാന്റഡ് ഇൻ സബ്ക്യൂട്ടേനിയസ്. ഈ ഡ്രഗ്സ് മാസങ്ങൾ മുതൽ അബ്സോർബ്ഡ് ഓവർ മന്ത്സ് ടു പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് ബ്ലഡ് വോളിയം. എക്സാമ്പിൾ പറഞ്ഞാൽ ഹോർമോൺസും കോൺട്രാസെപ്റ്റീവ്സും വരുന്നുണ്ട്. ദെൻ MD നോൺ ബയോഡിഗ്രേഡബിൾ ഇംപ്ലാന്റ്സ് ഹാസ് ടു ബി റിമൂവ്ഡ്. അടുത്തതാണ് ഇൻട്രാമസ്കുലാർ. അക്വസ് സൊല്യൂഷൻ ഓഫ് ഡ്രഗ് ഇസ് ഇൻജെക്റ്റഡ് ഇൻ ദ ലാർജ് സ്കെലറ്റൽ മസിൽസ്. അതായത് ഡെൽറ്റോയിഡിലും ട്രൈസെപ്സിലും ഗ്ലൂട്ടിയസിലും റെക്ടസ് ഫെമോറസിലും എല്ലാം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി നടക്കുന്നുണ്ട്. പിന്നെ ലാർജ് മോളിക്യൂളാണെങ്കിൽ ലിംഫാറ്റിക് ചാനൽസിലൂടെ എൻ്റർ ആവുന്നുണ്ട്. ഈ മസിൽസ് എന്ന് പറയുന്നത് വാസ്കുലർ ആണ്, ആൻഡ് അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷനൊക്കെ പെട്ടെന്ന് യൂണിഫോം ആയിട്ട് നടക്കും. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷനാണ്, പെട്ടെന്ന് തന്നെ ലിംഫാറ്റിക് ചാനൽസ് വഴി അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കുന്ന ഇൻട്രാമസ്കുലാർ. ഈ ഡ്രഗ്സ് ഡെൽറ്റോയിഡ് റീജിയൻസിലാണ് ഫാസ്റ്ററായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ദാൻ ദ ഗ്ലൂട്ടിയൻ റീജിയൻ, എസ്പെഷ്യലി ഇൻ വുമൺ. ഗ്ലൂട്ടിയസിനെക്കാട്ടും കൂടുതലും ഡെൽറ്റോയിഡ്, നമ്മൾ ബട്ടക്സിൽ വെക്കുന്നതിനെക്കാട്ടും കൂടുതലും ഈ ഒരു റീജിയനിൽ കൊടുക്കുന്നതാണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത്. 10 ml കൂടാനായിട്ട് പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന 10 ml സിറിഞ്ചാണ്, അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇൻഫൻറ്റിലാണെങ്കിൽ റെക്ടസ് ഫിമോറസ് ആണ് ഗ്ലൂട്ടിയസിനെക്കാട്ടും കൂടുതൽ ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് നോട്ട് വെൽ ഡെവലപ്ഡ് ടിൽ ദ ചൈൽഡ് സ്റ്റാർട്ട് വാക്കിങ്. ഓക്കെ, ഓയിലി സൊല്യൂഷൻ ഓഫ് സസ്പെൻഷൻ, ദ അബ്സോർപ്ഷൻ സ്ലോ ആൻഡ് സ്റ്റഡി. കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂട്ടിയസിനെക്കാട്ടും റെക്ടസ് ഫെമോറസ് ആണ് കുറച്ചും കൂടി ബെറ്റർ. സോലിബിൾ സബ്സ്റ്റൻസ് ആണ് മൈൽഡ് ഇറിറ്റൻ്റ്, സസ്പെൻഷൻ, കൊളോയിഡിൽ കനോട്ട് ബി ഇൻജെക്റ്റഡ് ബൈ ദിസ് റൂട്ട്. ഈ ഒരു റൂട്ടിൽ അബ്സോർബ് ചെയ്യാനും. ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇൻട്രാമസ്കുലർ റൂട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി റിലയബിൾ ആണ്, ആൻഡ് അബ്സോർപ്ഷനും ഭയങ്കര റാപ്പിഡാണ്, പെട്ടെന്ന് നടക്കുക. ഡിസഡ്വാൻറ്റേജ് വേദനയുണ്ട്, അപ്സസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെർവ് ഇഞ്ചറി ഉണ്ടാവാം. ഇറിറ്റൻ്റ് സൊല്യൂഷൻസ് നെർവിന് ഡാമേജ് കോസ് ചെയ്യാം ഇഫ് ഇൻജെക്റ്റഡ് നിയർ ദ നെർവ്. നെർവിന് അടുത്താണെന്നുണ്ടെങ്കിൽ നെർവിന് പ്രശ്നം വരും. ബ്ലഡ് വെസൽസ് പങ്ക്ചർ ആവാനുള്ള സാധ്യതയും ഉണ്ട്. വീനസ് ആണെന്നുണ്ടെങ്കിൽ ഈ വെയിൻസിലോട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. പിന്നെ ബോളസ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് വെഹിക്കിളിൽ ഡ്രഗ് ഡിസോൾവ് ചെയ്തതിന് ശേഷം പതുക്കെ സ്ലോലി നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ ലാർജ് ഡോസസ് ഗിവൺ ഹെപ്പാരിൻ. ഇപ്പം തന്നെ നമ്മൾ ഡയാലിസിസ് നിൽക്കുന്ന സമയത്ത് ബോളസ് ആയിട്ട് കൊടുക്കുമെന്ന് പറയും. അതായത് കുറച്ച് ml എടുത്തിട്ട് അത് കുറച്ചും കൂടി സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു 15 മുതൽ 20 മിനിറ്റിനോ സ്ലോലി ആയിട്ടാണ് എക്സാമ്പിൾ അമിനോഫിലിന്. സ്ലോ ഇൻഫ്യൂഷൻ, കോൺസ്റ്റൻറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷനാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേബറിൽ ഓക്സിറ്റോസിൻ്റെ ആവശ്യം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വോളിയമാണ് കൊടുക്കണമെങ്കിൽ ഡെക്സ്ട്രോസ്, സലൈന്, നമ്മൾ ഡെക്സ്ട്രോസ് സലൈനൊക്കെ കൊടുക്കൂലേ പേഷ്യൻറ്റിന്. പറ്റുന്ന പടങ്ങളെല്ലാം ഞാൻ വയ്ക്കാം കേട്ടോ. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷനിലൊക്കെ അഡ്വാൻറ്റേജ് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. 100% ബയോ അവൈലബിലിറ്റി ആണ്. പിന്നെ ലാർജ് വോളിയം അല്ലെങ്കിൽ ഇറിറ്റൻസ് ക്യാൻ ബി ഗിവൺ. പിന്നെ പെട്ടെന്ന് തന്നെ ബ്ലഡിൽ ഡിസോൾവ് ആവും. റാപ്പിഡായിട്ടുള്ള ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പറ്റും. ഇൻഫ്യൂഷൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് ഡ്രഗ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല, കാരണം വെയിനിലോട്ട് കൊടുക്കുന്നതിന് പാടാണ്. പിന്നെ ത്രോംബോഫ്ലിബൈറ്റിസ് ഉണ്ടാവാം. സെൽഫായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പറ്റില്ല. സൊല്യൂഷൻ സ്റ്റെറൈൽ ആയതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അസെപ്റ്റിക് ടെക്നിക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ പാടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ IV സൊല്യൂഷനകത്ത് പഠിച്ചത്.
ഇത്രയും പഠിച്ച കാര്യങ്ങൾ കുറച്ച് തവണ ഒന്ന് എഴുതി വെക്കുക. 1000 തവണ ഇത് എഴുതണ്ട. ഇനി പഠിക്കാൻ പോണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്രയും തവണയായിട്ട് മീൻസ് മരുന്നുകളുടെ പേര് നമ്മൾ അത്രയും തവണ മാക്സിമം എത്ര പറ്റണോ അത്ര തവണ നമ്മൾ എഴുതി പഠിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒരു തവണ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 2 തവണ എഴുതിയാൽ മതി. ഇതിൻ്റെ കണ്ടൻറ്റും എഴുതി പഠിക്കണം, MCQ ആയിട്ട് ചോദിക്കും എന്നുള്ളത് കൊണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.